എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, അതുപോലെ തന്നെ മെഡിക്കൽ, അതുപോലെ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഫാർമസി കോഴ്സുകൾ എന്നിവയിലേക്കുള്ള പ്രവേശനം എങ്ങനെയാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷ നാളെയും കൂടിയാണുള്ളത്. അതായത് ജൂൺ 9-ാം തീയതി വരെയാണ്. ഫാർമസി ഓൺലി പരീക്ഷ ജൂൺ 10-ാം തീയതി നടക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഫാർമസി ഓൺലി ആണെങ്കിലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഓഫ് ഫാർമസി ആണെങ്കിലും ഈ ഒരു പരീക്ഷകളുടെ അഡ്മിറ്റ് കാർഡ് വിദ്യാർത്ഥികളുടെ പ്രൊഫൈലിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ചെയ്യേണ്ടത് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ കാണാൻ പറ്റും. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെനു ഐറ്റം കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത് പരീക്ഷയ്ക്ക് ഹാജരാവേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് നടത്തുന്നതിനും ആ ഒരു ഓപ്ഷൻ ഈ ഒരു പ്രൊഫൈലിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് ടെസ്റ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത്, അതായത് കീം 2024 പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്കും ഉണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രാക്ടീസ് ടെസ്റ്റ്, അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി പ്രാക്ടീസ് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് ഈ ഒരു ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഫാർമസി, മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സസ് എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ എങ്ങനെയാണ്, അതുപോലെ ഏത് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷ നടക്കുന്നത്. നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. എഞ്ചിനീയറിംഗ് ആണ് ഒന്നാമത്തെ ഓപ്ഷൻ, എഞ്ചിനീയറിംഗ് ആണ്. രണ്ടാമത്തേത് ഫാർമസി ഓപ്ഷൻ ആണ്. അപ്പോൾ അടുത്തത് മൂന്നാമത്തേത് മെഡിക്കൽ ആൻഡ് അലൈഡ് എന്ന് പറഞ്ഞുള്ള, അതായത് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് എന്നുള്ളതാണ്. നാലാമത്തേത് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞുള്ള ആ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു 4 ഓപ്ഷനുകളിൽ നിങ്ങൾ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഫാർമസിയോ അല്ലെങ്കിൽ ഇവ രണ്ടും, അതായത് എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി, ഈ ഒരു 2 ഓപ്ഷനുകളിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ടിക്ക് ചെയ്തിട്ടുണ്ട്, അതിനുള്ള അപേക്ഷ നിങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ലഭ്യമാവുക. അതായത് ഒന്നുകിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഈ ഒരു അപേക്ഷ നൽകിയ സമയത്ത് അതിൽ എല്ലാ ഓപ്ഷൻ നൽകിയ സമയത്തും എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഫാർമസി സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫാർമസിയും ഇവ രണ്ടും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കീം പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഫാർമസിയോ അല്ലെങ്കിൽ ഇവ രണ്ടിലോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി ലഭ്യമാവുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ മെഡിക്കലും ആർക്കിടെക്ചറും മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് ലഭ്യമാകുന്നതായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് എഞ്ചിനീയറിങ്ങും അതുപോലെ ഫാർമസി ഓപ്ഷനും സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫാർമസി മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ജൂൺ 10-ാം തീയതി ഫാർമസി ഓൺലി എക്സാം ഉച്ചയ്ക്ക് 3:30 മുതൽ വൈകിട്ട് 5 മണി വരെ നടക്കുന്നത്. പരീക്ഷയുള്ള വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് 1 മണി മുതൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നേരത്തെ തന്നെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എഞ്ചിനീയറിംഗ് ഓർ ഫാർമസി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്രം എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷയാണ് നാളെ, അതായത് ജൂൺ 9-ാം തീയതി വരെ നടക്കുന്നത്. അത് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. വിദ്യാർത്ഥികൾ 11:30 തന്നെ സ്കൂളിൽ അല്ലെങ്കിൽ എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ദൂരെ ആയതുകൊണ്ട് തന്നെ നേരത്തെ എക്സാമിന് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ടെൻഷനൊന്നും കൂടാതെ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ടും ശ്രമിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. നിങ്ങൾ എഞ്ചിനീയറിംഗും ഫാർമസിയും ആണ് എഴുതുന്നത് എങ്കിൽ, ആ ഒരു കോഴ്സിലേക്കാണ് പ്രവേശനം നൽകുന്നത് എങ്കിൽ വിദ്യാർത്ഥികളുടെ കീം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷയുടെ മാർക്കാണ് പരിഗണിക്കുക. അതായത് എഞ്ചിനീയറിംഗിൻ്റെ ആ ഒരു അഡ്മിഷൻ നടത്തുന്നത് എഞ്ചിനീയറിംഗിൽ, അതായത് കീമിലെ ഫിസിക്സ്, അതുപോലെ കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നിവയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിനെയും +2-ലെ, അതായത് 2-ാം വർഷം നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയ്ക്ക് ലഭിക്കുന്ന മാർക്കിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ നടത്തുകയും ചെയ്യുന്നത്. ഇനി ഫാർമസി പരീക്ഷയുടെ കാര്യം പറയാം. ഫാർമസി എന്ന് പറഞ്ഞാൽ ബിഫാം കോഴ്സാണ്. അപ്പോൾ ഈ ഒരു ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തുന്നത് വിദ്യാർത്ഥികളുടെ, അതായത് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഓൺലി, അതായത് എഞ്ചിനീയറിംഗും ഫാർമസിയും 2 ഓപ്ഷൻ സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതുന്ന സമയത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിങ്ങനെ 3 വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ ആ ഒരു ക്വസ്റ്റ്യൻ ലഭിക്കുന്ന, അതായത് ആൻസേഴ്സിന് ലഭിക്കുന്ന മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ഫാർമസി ഓൺലി പരീക്ഷ എന്ന വിദ്യാർത്ഥികളുടെ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് ലഭിക്കുന്ന മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുമാണ് ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഫാർമസി കോഴ്സിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികളുടെ +2-ൻ്റെ മാർക്കിനെ പരിഗണിക്കുന്നതായിരിക്കില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫാർമസി കോഴ്സിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി ക്വസ്റ്റ്യൻ പാർട്സുകളിൽ, അതായത് ആ ഒരു സെഷൻസുകളിൽ നന്നായിട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ടുള്ളതാണ്
മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ്. അപ്പോൾ ഏതൊക്കെയാണ് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ്? പല വിദ്യാർത്ഥികളും എനിക്ക് ഫാർമസി വേണം എന്നുണ്ടായിരുന്നു, പക്ഷെങ്കിൽ ഞാൻ അതായത് ആ ഒരു ഫാർമസി കോഴ്സ് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിൽ ഉൾപ്പെടുന്നതാണ് എന്ന് കരുതി ആ ഒരു ഓപ്ഷൻ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, അതായത് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ഒരു അലൈഡ് കോഴ്സസ് എന്ന് പറയുന്നത് ഈ ഒരു മെഡിക്കലും അനുബന്ധ മേഖലയുമുള്ള കോഴ്സുകളാണ്. അതായത് മെഡിക്കൽ കോഴ്സുകളിൽ ഉൾപ്പെടുന്ന കോഴ്സുകൾ നമുക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. മെഡിക്കൽ കോഴ്സുകളിൽ ഉൾപ്പെടുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് ഈ ഒരു MBBS, അതുപോലെ തന്നെ BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി. അപ്പോൾ ഈ ഒരു 6 കോഴ്സുകളാണ് മെഡിക്കൽ കോഴ്സുകളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ കോഴ്സുകൾ ഉൾപ്പെടുന്നത് 6 കോഴ്സുകളാണ്. ഇനി നമുക്ക് മെഡിക്കൽ അലൈഡ് കോഴ്സസിൽ ഉൾപ്പെടുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. മെഡിക്കൽ അലൈഡ് കോഴ്സസിൽ ഉൾപ്പെടുന്ന കോഴ്സുകളാണ് അഗ്രികൾച്ചർ, BSc അഗ്രികൾച്ചറാണ്. കേരളത്തിൽ 4 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണുള്ളത്. അപ്പോൾ അടുത്തത് ഫോറസ്ട്രിയാണ്, അതുപോലെ തന്നെ വെറ്റിനറിയാണ്, അടുത്തത് ഫിഷറീസ്, പിന്നീട് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, BTech ബയോടെക്നോളജി. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് മെഡിക്കൽ അലൈഡ് കോഴ്സസുകൾ എന്ന് പറയുന്ന കോഴ്സുകൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഏതാണ് മെഡിക്കൽ എന്നുള്ളതും അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സസ് ഏതാണ് എന്നുള്ളതും മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഈ ഒരു കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾ എഴുതേണ്ട പരീക്ഷയാണ് നീറ്റ് പരീക്ഷയാണ്. അപ്പോൾ നീറ്റ് പരീക്ഷ നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടാകും, അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു കേരളത്തിലുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കീം അപേക്ഷ നൽകുന്നത്. കീം അപേക്ഷ നൽകുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്താൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനും, അതുപോലെ ഈ ഒരു ഫാർമസി സെലക്ട് ചെയ്താൽ ഫാർമസി പ്രവേശനത്തിനും, ആർക്കിടെക്ചർ കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനും, അതുപോലെ തന്നെ ഈ ഒരു വിദ്യാർത്ഥികളുടെ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ അതുമായി ബന്ധപ്പെട്ടുള്ള കോളേജുകളിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ടാണ് കീം ആപ്ലിക്കേഷൻ നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് പ്രവേശനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫാർമസി കോഴ്സ് മെഡിക്കൽ അലൈഡ് കോഴ്സസിൽ വരുന്നതല്ല, അത് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു നീറ്റിൻ്റെ മാർക്ക് പരിഗണിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനം നൽകുന്നത്. നീറ്റ് സ്കോർ വിദ്യാർത്ഥികൾക്ക് പിന്നീട് കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 2 റാങ്ക് ലിസ്റ്റുകളാണ് വരിക. ഒന്ന് മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനും, രണ്ടാമത്തേത് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനത്തിനും. ഈ ഒരു 2 റാങ്ക് ലിസ്റ്റിൽ നിന്നും ഈ ഒരു അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിക്കും. അതായത് ഓരോ കോഴ്സിലേക്കുമുള്ള അലോട്ട്മെൻറ്റുകളാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ പിന്നീട് നീറ്റിൻ്റെ സ്കോർ വെബ്സൈറ്റിൽ കീം വെബ്സൈറ്റിൽ ഈ ഒരു എക്സാം കഴിഞ്ഞ ശേഷം, അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി എക്സാമിന് ശേഷം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ ചില വിദ്യാർത്ഥികൾ ഈ ഒരു ഫാർമസി ആണെന്ന് വിചാരിച്ച് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നീറ്റ് എഴുതിയിട്ടില്ലെങ്കിൽ ആ ഒരു അപേക്ഷ നൽകിയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ലഭ്യമാകുന്നതായിരിക്കില്ല. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് കീമിൽ പരീക്ഷയില്ല, പക്ഷെങ്കിൽ അപേക്ഷ മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥികളുടെ നീറ്റിൻ്റെ മാർക്ക് കൺസിഡർ ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് നൽകുന്നത്. അപ്പോൾ നിലവിൽ ഈ ഒരു നീറ്റ് സ്കോർ വന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിൽ ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ള 15% സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി വെബ്സൈറ്റുകൾ വഴിയും, അതുപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ, അത് വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഈ ഒരു മിലിറ്ററി നഴ്സിംഗ് സർവീസസിലേക്കുള്ള പ്രവേശനത്തിനുള്ള അപേക്ഷയും ഉടൻ തന്നെ നൽകുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷാ നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കേരള പ്രവേശന പരീക്ഷാ കമ്മീഷണറും ഇതുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിലെ ഈ വിവിധ കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും അതുപോലെ MCC വെബ്സൈറ്റ് വഴിയൊക്കെ അപ്ലൈ ചെയ്യുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് 2024 നടന്നിട്ടുണ്ടായിരുന്ന നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ കോഴ്സ് NATA 2024 പരീക്ഷ നിങ്ങൾ നിലവിൽ അതിൻ്റെ അപേക്ഷ, അതായത് ഇതിൻ്റെ അപേക്ഷ ഓൾറെഡി വന്നതായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു പരീക്ഷ ചെയ്ത് അതിൽ ക്വാളിഫൈ ചെയ്ത് അതിൻ്റെ മാർക്ക് നിങ്ങൾ ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും അപ്ലോഡ് ചെയ്യുന്ന മാർക്കിനോടൊപ്പം നിങ്ങളുടെ +2ൻ്റെ മാർക്ക് കൂടി പരിഗണിച്ചുകൊണ്ടുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനം നൽകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓരോ കോഴ്സിലേക്കുമുള്ള പ്രവേശനം എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി കോഴ്സ് ആണെങ്കിൽ കീം പരീക്ഷയുടെ മാർക്കും, അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിനീയറിംഗ് ആണെങ്കിൽ കീമിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു +2ൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ് ഈ റാങ്ക് പട്ടിക തയ്യാറാക്കി അഡ്മിഷൻ കൊടുക്കുന്നത്. അതേസമയം വിദ്യാർത്ഥികൾക്ക് ഫാർമസി കോഴ്സ് ആണെങ്കിൽ കീം പരീക്ഷയിലെ ഫിസിക്സ്, കെമിസ്ട്രി ക്വസ്റ്റ്യനുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശനം. മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനം വിദ്യാർത്ഥികളുടെ നീറ്റ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനം നടത്തുന്നത്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള
പ്രവേശനത്തിനായിട്ട് പരിഗണിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഈ ഒരു നാറ്റ എക്സാമിനേഷൻ്റെ സ്കോറിനെയാണ്. അപ്പോൾ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിൽ ഫാർമസി ഉൾപ്പെടുന്നതല്ല. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കും ആർക്കിടെക്ചർ കോഴ്സിലേക്കും അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് ലഭ്യമാകുന്നതായിരിക്കില്ല. ഒന്നുകിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി ഇവയിൽ ഏതെങ്കിലും ഓപ്ഷൻസ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഫാർമസിയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്ത് വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആയിട്ട് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ, അതായത് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി അല്ലെങ്കിൽ ഇവ രണ്ടും പരീക്ഷ നടക്കുന്നത് ഈ ഒരു നാളെയാണ് അവസാനിക്കുന്നത്. അതുപോലെ ഫാർമസി മാത്രം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 10-ാം തീയതിയാണ് ഈ ഒരു പരീക്ഷ, ഫാർമസി ഓൺലി പരീക്ഷ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് കീം പരീക്ഷ നടത്തുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നിങ്ങൾ നാറ്റ അല്ല നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആർക്കിടെക്ചർ കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ നാറ്റ എക്സാമിനേഷനും ക്വാളിഫൈ ചെയ്തിരിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.